അടുത്തതായി ഷാജിൻ സക്രിയ. മിസ്റ്റർ ഷാജിൻ സക്രിയ ഏതാനും വാക്കുകൾ നമ്മളോട് സംസാരിക്കുന്നതാണ്. മാഞ്ചസ്റ്ററിലെ പ്രിയപ്പെട്ട ബ്രിട്ടീഷ് മലയാളിയെ സ്നേഹിക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരെ, എന്നെ സംബന്ധിച്ചിടത്തോളം മാഞ്ചസ്റ്ററിലെ ഈ വേദിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് രണ്ട് ഓർമ്മകളാണ്. ഒന്ന്, ഏതാണ്ട് 25 വർഷം മുൻപ് 10ാം ക്ലാസ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഞാൻ അന്നത്തെ ജീവിതത്തിലെ ചില വിശ്വാസങ്ങളുടെ ഭാഗമായി വിദ്യാഭ്യാസം അവസാനിപ്പിച്ച് കൂലിപ്പണിയും യാത്രയും സ്വപ്നം കാണലുമൊക്കെയുമായി നടന്നിരുന്ന ഒരു ജീവിതം. ആ ജീവിതത്തിൻ്റെ രണ്ടാമത്തെ ഓർമ്മ ഏതാണ്ട് 8 വർഷം മുൻപ്, അല്ലെങ്കിൽ 10 വർഷം മുൻപ്, 2002-2003 ഈ മാഞ്ചസ്റ്ററിൽ നിന്ന് ഏതാണ്ട് 1 മണിക്കൂർ മാത്രം ദൂരമുള്ള ഷോപ്ഷയർ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ഫുഡ് മാനുഫാക്ചറിംഗ് കമ്പനിയിൽ ഫോർക്ക് ലിഫ്റ്റ് ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടം. ഈ ഘട്ടത്തിൽ ഞാൻ പഠിച്ചതും ഞാൻ എൻ്റെ ജീവിതത്തിൽ നന്നായി ചെയ്യണമെന്ന് ആഗ്രഹിച്ചതുമായ പത്രപ്രവർത്തനത്തോടുള്ള എൻ്റെ താല്പര്യം നഷ്ടമാകാതിരിക്കാൻ വേണ്ടി എൻ്റെ ഇടവേളകളിലെ സമയം കണ്ടെത്താൻ വേണ്ടി ഞാൻ 5 വർഷം മുമ്പ് തുടങ്ങിയ എൻ്റെ സ്വന്തമായി തുടങ്ങിയ ബ്രിട്ടീഷ് മലയാളി ഇന്ന് ഷാജിൻ സക്രിയ എന്ന് പറയുന്ന അല്പനായ ഒരു മനുഷ്യന്റെ ജീവിത സങ്കല്പങ്ങൾക്ക് അപ്പുറത്തേക്ക് മാറി ഒരു സമൂഹത്തെ മുഴുവൻ ഒരുമിപ്പിക്കുന്ന, ഒരു സമൂഹത്തിലെ പ്രതിഭയുള്ളവരെ മൊത്തം ഒരു കുടക്കീഴിൽ അണിയിക്കുന്ന ഒരു പ്രസ്ഥാനമായി മാറുമ്പോൾ ഞാൻ തമ്പുരാന് നന്ദി പറയുന്നു. ഇന്ന് ബ്രിട്ടീഷ് മലയാളിയുടെ എഡിറ്റർ എന്ന് ചെറുകയെ ഞാൻ പറയൂ. കാരണം ബ്രിട്ടീഷ് മലയാളിയായിരിക്കുന്നതിൽ എനിക്ക് വളരെ ചെറിയൊരു പങ്ക് മാത്രമേ ഉള്ളൂ. റെസിഡന്റ് എഡിറ്റർ ഷൈജു മോൻ മുതൽ മാഞ്ചസ്റ്ററിലെ സാബു ചുണ്ടക്കാട്ടിൽ വരെ, വോക്കിങ്ങിലെ ടോമിച്ചൻ വരെ, ഗ്ലാസ്ഗോയിലെ ലിബി വരെ, ഏതാണ്ട് ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഞാൻ പെട്ടെന്ന് മനസ്സിൽ 10-30 പേർ ബ്രിട്ടീഷ് മലയാളി എന്ന് പറയുന്ന സങ്കല്പത്തെ നെഞ്ചിൽ ചുമക്കുന്നു. അവിടെ നിന്ന് ഒരു പടി കൂടി കടന്ന് എനിക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അവാർഡ് നിശ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്നു. ബ്രിട്ടീഷ് മലയാളിയുടെ അവാർഡുകൾ ലഭിക്കുമ്പോൾ, ബ്രിട്ടീഷ് മലയാളിയുടെ അംഗീകാരം ലഭിക്കുമ്പോൾ ഇവിടെയുള്ള മലയാളികൾ പ്രതിഭയും കഴിവുമുള്ള, എന്നെക്കാളും ഷൈജുമോനേക്കാളും പ്രതിഭയും കഴിവുമുള്ള ഇവിടെയുള്ള മലയാളികൾ അഭിമാനത്തോടെ പുഞ്ചിരിക്കുന്നത് കാണുമ്പോൾ എനിക്കും എന്നേക്കാൾ കൂടുതൽ ബ്രിട്ടീഷ് മലയാളി എന്ന് പറയുന്ന സ്വപ്നം നെഞ്ചിലേറ്റ് നടക്കുന്ന ഷൈജു മോനും ഞങ്ങളുടെ മൊത്തം ടീമിനും ആവേശം വരുന്നു. ഇന്ന് മാഞ്ചസ്റ്ററിൽ നിന്ന് ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇതിൽ 1% പോലും അർഹത എനിക്കില്ല. ഒരുപാട് പേരുടെ, ഞാൻ ഒഴികെ ഒരുപാട് പേരുടെ അധ്വാനത്തിന്റെ ഫലമാണ് ഞാൻ ഇന്നോ പ്രസംഗത്തിലൂടെ ഇപ്പോൾ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. കാരണം ഞാൻ നാട്ടിൽ നിന്ന് വന്നിട്ട് 1 ആഴ്ചയായുള്ളൂ, 2 ആഴ്ചയായുള്ളൂ. എനിക്ക് പേരെടുത്ത് പറഞ്ഞാൽ ഞാൻ കരയും. ഒരു 30-35 പേര് മാഞ്ചസ്റ്ററില് സാബു ചുണ്ടക്കാട്ടിന്റെയും ഷാജി ചേട്ടന്റെയും നേതൃത്വത്തിൽ, സാബു ചുണ്ടക്കാട്ടിലൊക്കെ ഇത്രയും പ്രതിഭാധനനായ ഒരു സംഘാടകനാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഷാജി ചേട്ടനെ കുറിച്ച് എനിക്കറിയാമായിരുന്നു. അതിനൊക്കെ അപ്പുറം ഞാൻ നമിക്കുകയും ആരാധനയോടുകൂടി അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരാളുടെ അധ്വാനമുണ്ട്, സാം തിരുവാതിലന്റെ. ഇവിടെ നിന്ന് സാമൂഹ്യ പ്രവർത്തനവും സംഘടനാ പ്രവർത്തനവും ഒക്കെ നടത്തി നാട്ടിലേക്ക് തിരിച്ചുപോയ സാം വന്ന് ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റു നടത്തിയാൽ മാത്രമേ മാഞ്ചസ്റ്റർ പോലെയുള്ള ഒരു സ്ഥലത്ത്, ഞാൻ അടിവരയിട്ട് പറയുന്നു,
ഞങ്ങൾക്കറിയാം വായനക്കാർക്ക് ഞങ്ങളോട് ഇഷ്ടമാണെന്ന്. പക്ഷേ നിർഭാഗ്യവശാൽ ചിലരൊക്കെ പറയുന്നു ബ്രിട്ടീഷ് മലയാളികൾക്ക് ഒരുപാട് എതിരാളികളുള്ള സ്ഥലമാണ് മാഞ്ചസ്റ്റർ എന്ന്. എനിക്കറിയത്തില്ലായിരുന്നു, എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പലരും പറഞ്ഞിട്ടുള്ളത് കൊണ്ട് മാഞ്ചസ്റ്റർ പോലെയുള്ള ഒരു സ്ഥലത്ത് വിജയകരമായി ഒരു കലാവിരുന്നൊരുക്കണമെങ്കിൽ അതിന് ചുമതലയേക്കുവാൻ നടത്താൻ അർഹതയുള്ള ഒരേ ഒരാളെയെ ഞാൻ കണ്ടുള്ളൂ. അതാണ് സാം തിരുവാതിലിൽ. എനിക്ക് സന്തോഷമുണ്ട്. സാമിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ കണ്ണ് നിറയുന്നുണ്ട്. ഞാൻ നീട്ടുന്നില്ല. ഞാൻ എൻ്റെ സന്തോഷത്തിൻ്റെ എനിക്ക് ഈ എന്തിനേറെ പറയുന്നു, മിസ് കേരള യൂറോപ്പ് മത്സരത്തിൽ പങ്കെടുത്ത 13 പെൺകുട്ടികളുടെയും അധ്വാനവും കഷ്ടപ്പാടും ആത്മാർത്ഥതയും ബ്രിട്ടീഷ് മലയാളിക്കുള്ള അംഗീകാരമായി ഞാൻ കരുതുന്നു. ഞാൻ 1-2 ചെറിയ കാര്യങ്ങളൂടി പറയുന്നുണ്ട്. അതിനു മുൻപ് എൻ്റെ ഈ സന്തോഷം ഞാൻ അംഗീകാരമായി സാമിന് നൽകാൻ ആഗ്രഹിക്കുന്നു. അജണ്ടയിൽ ഇല്ലാത്തൊരു പരിപാടി. സാം തിരുവാലിനെ ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു.